വെള്ളാർമല ഹൈസ്കൂളിനടുത്ത മിക്ക വീടുകളും ഇപ്പോഴും ചെളി നിറഞ്ഞു കിടക്കുകയാണ്. പല വീട്ടുകാരും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാൻ വരുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ നിന്ന് കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ട മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളാർമല സ്കൂളിനടുത്തെ മുഹമ്മദ് അലിക്കയുടെ വീടാണിത്. മുഹമ്മദ് അലിക്കയും കുടുംബവും ആദ്യത്തെ ഉരുൾപൊട്ടലിൽ വെള്ളം വന്നപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രോയിങ് റൂമിലൊക്കെ ചളി നിറഞ്ഞു കിടക്കുകയാണ്. NDRF ഉദ്യോഗസ്ഥരാണ് ഇതിനകത്തുള്ളത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങണ്ട എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. കാരണം വലിയ ആഴത്തിൽ ചെളിയുണ്ട്. ഫ്രിഡ്ജിന്റെ ഏതാണ്ട് ഫ്രീസറിന്റെ ആദ്യത്തെ അടിയിലത്തെ ഡോറിന്റെ മുകൾ ഭാഗം വരെ ചെളിയാണ്. സ്റ്റെയർ കേസ് ഏതാണ്ട് മുങ്ങിക്കിടക്കുന്നു. ഉദ്യോഗസ്ഥരൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ കയറി നിന്ന് വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത്. നേരത്തെ മുഹമ്മദ് അലിക്കയുടെ മകൻ വന്ന് ചില സാധനങ്ങളൊക്കെ മാറ്റിയിരുന്നു, ലാപ്ടോപ്പൊക്കെ. ഇപ്പോൾ മകളുടെ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ആധാർ കാർഡ്, അത്രയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിന്ന് NDRF ഉദ്യോഗസ്ഥരെ എടുത്ത് അവർക്ക് കൈമാറിയിട്ടുണ്ട്. മുഹമ്മദ് അലിക്കയും ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ഇത്രയും ചെളി കിടക്കുന്നത് കൊണ്ട്. ഒരു 1:30 മണി 1:45 ആയിട്ടുണ്ടാവും സമയം. അപ്പൊ ഞാൻ എന്തോ ഒരു സൗണ്ട് മാതിരി എനിക്ക് തോന്നാം. വെള്ളം ചളി ഈ റോട്ടിലേക്കൂടെ ഇങ്ങനെ പോകുന്നതാണ് കണ്ടത്. ബാക്കിലേക്ക് വന്നപ്പോ സീറ്റ് എല്ലാം പൊളിഞ്ഞിട്ട് അതിലേക്കൂടെ ചാടാൻ ഒരു നിവർത്തിയില്ല. അപ്പൊ മോൻ പറഞ്ഞ് മോള് കയറി നിൽക്കാറ്. അപ്പൊ എനിക്ക് തോന്നി അവിടുന്നല്ല ഇവിടുന്ന് സംഭവം മൊത്തം കവുങ്ങ് മരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കറങ്ങുക. അപ്പൊ ഈ കല്ലും കാര്യങ്ങളൊന്നും ഫസ്റ്റിലെ പൊട്ടിൽ ഇതൊന്നുമില്ല. അതിന് വെളിയിൽ വന്നപ്പോ ഏകദേശം ഒരു ഇത്ര വെള്ളമുണ്ട്. ഞാനും വൈഫും മോളും മോനും ഇതിലേക്കൂടെ ഇറങ്ങി. എന്റെ തറവാട് വീട് കിടക്കുന്ന അവിടെയാണ്. അത് 10 പോയി. അതിനകത്ത് ചെറിയ മോൻ അനിയനും അവന്റെ ഭാര്യയും മക്കളും. ഈ വെള്ളം വരുന്നിട്ട് അനിയൻ ഇങ്ങനെ ഡോർ പിടിച്ചു നിൽക്കുക. അതിന് മുകളിൽ അനിയൻ എങ്ങനെയോ താഴോട്ട് ഇറങ്ങി വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് ഇവനെയും മക്കളെയും വലിച്ച് മുകളിലേക്ക് കയറി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അവനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊരു പേടി. അവനിങ്ങനെ ഒച്ചയിടുന്നുണ്ട്, കേൾക്കുന്നില്ല. ഞാനും ഇവരെയും മക്കളെയും കൂട്ടി മുകളിലേക്ക് പോയി. മുകളിൽ പോയപ്പോ ഈ താഴെ ഭാഗത്തിലൊരു 9 കുടുംബങ്ങളും വീട്ടിനകത്ത് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. ഭയങ്കരമായ സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഈ കുന്നിന്റെ മുകളിൽ സാറാണ് നോക്കിയാൽ കാണാം. ആ കുന്നിന്റെ മുകളിൽ അവിടെ കയറിയിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ. മുകളിൽ എത്തിയോടുകൂടെ മഴ ഭയങ്കര സ്ട്രോങ് ആയി. കൊടയില്ല, ചെറിയ മക്കളാണ്. ഒരു 7 വയസ്സായ കുട്ടി, ഒരു 9 വയസ്സായ കുട്ടി. നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ വീടൊക്കെ പോയി. ഇപ്പൊ ഞങ്ങൾ ക്യാമ്പിലാണ് നിൽക്കുന്നത്. സർക്കാർ ഇതുവരെയായിട്ട് ഒന്നും പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നില്ല. സ്കൂള് ഉള്ളത് കൊണ്ടാണ് ചൂരൽമല അങ്ങാടി ഒലിച്ചു പോകുന്നത്. സ്കൂള് എന്ന് പറഞ്ഞാല് പുതിയ കെട്ടിടമാണ്. അത് നല്ല സ്ട്രോങ് ആണ്. ഞങ്ങൾ അതിന്റെ വർക്ക് എടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. നിങ്ങൾ വന്നിരുന്നുള്ളത് സ്ട്രോങ് വേണോന്ന്. ഏതായാലും അതുള്ളതുകൊണ്ട് ഒരുപാട് ജീവനും രക്ഷപ്പെട്ടു, ചൂരൽമല ടൗണും രക്ഷപ്പെട്ടു. അഹമ്മദ് എന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രദേശത്തിന്റെ സുരക്ഷയെക്കുറിച്ച് 3 ഉരുൾപൊട്ടലിന് സാക്ഷിയായ ആളാണ്. 84-ലെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മുതൽ. മുണ്ടക്കൈ 2 പൊട്ട്, പുത്തുമല 1 പൊട്ട്. ഇത് ആകാശളവിൽ നോക്കുകയാണെങ്കിൽ മൊത്തം 3 കിലോമീറ്റർ ഉള്ളിലാണ് ഈ 3 പൊട്ട് പൊട്ടിയത്. ഇവിടെ ഇപ്പം നിറഞ്ഞിക്കുകയാണെങ്കിൽ ഈ വെള്ളാർമല വില്ലേജിൽ തന്നെ ഇവിടെ ഇപ്പം എന്താണ് ജനങ്ങൾക്ക് ഇപ്പം സുരക്ഷിത ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ജീവൻ ബാക്കിയായത് തന്നെ വലിയ ഭാഗ്യം എന്നാണ് മുഹമ്മദ് അലിക്കയുടെ ഭാര്യയ്ക്കും പറയാനുള്ളത്. വീടിത് കോലം വേറെ പ്രത്യേകിച്ച് അടുക്കളയൊക്കെ മൊത്തം പോയി. വേറെ പറ്റുന്ന ഞങ്ങളെല്ലാരും ബാക്കിയാവും ചെയ്ത്, മിസ്സായിട്ടില്ല. നിങ്ങള് ഓടി രക്ഷപ്പെട്ടതല്ലേ അന്ന് മുഹമ്മദ് അലിക്ക പറഞ്ഞു? മേലെ കയറി ഞങ്ങള് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ആദ്യം തിരിച്ചു വരുന്ന ഇന്ന കാണുന്ന ഇന്നാ കാണുന്നത്. അന്ന് ആ ഓട്ടോ ഓടിയിട്ട് ഇന്നാ കാണുന്നത്. വീട് വൃത്തിയാക്കാനുള്ള ശ്രമം ഇപ്പോഴവർ നടത്തുന്നില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടമകൾക്ക് കൈമാറാനാണ് ഇതിനകത്തേക്ക് കയറിയത്. അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. सर्चिंग इसलिए कर रहे हैं क्योंकि पीछे का मकान का जो बैक साइड का वाल है टूट चुका है और भारी भारी स्टोन भी रखा हुआ, तो चांस है कि पीछे की साइड से भी कुछ हो सकता है. कुछ लोग बह के इस मड में फंस गया होगा. ഇതിനകത്തേക്ക് കൂടുതൽ കയറാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മളും ഇതിനകത്ത് നിന്ന് ഇറങ്ങുകയാണ്. സിറ്റ് ഔട്ടിലടക്കം വലിയ രീതിയിൽ ചെളി നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്.